എല്ലാവർക്കും ക്രേസി ടെക്നോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബലൂൺ ക്രാഫ്റ്റാണ്. അതിന് നമുക്ക് പ്രത്യേകം ബലൂണാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഒഴിഞ്ഞെടുക്കുന്ന പാൻ്റെ റീഫിലും എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ആ ബലൂൺ എടുത്ത് റീഫിലിൻ്റെ ഒരു അറ്റത്ത് കയറ്റി കൊടുത്ത് അവിടെ നന്നായി ടേപ്പ് കൊണ്ട് ഒട്ടിക്കേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലും സപ്പോർട്ട് ചെയ്യണം. പൊട്ടിച്ചതിന് ഇതുപോലെ ഇരിക്കും. നമുക്കിതിൻ്റെ പുറകുവശത്തു കൂടെ കാറ്റ് നിറയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാറ്റ് നിറയ്ക്കാം. ഞാനിപ്പോൾ കാറ്റ് നിറച്ചിട്ടുണ്ട്. ആ കൈവിട്ട കാറ്റെല്ലാം പോവും. അപ്പോൾ ഇതിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ബാക്കിൽ നിന്ന് കൈ വിട്ടാൽ മതി. നിങ്ങൾക്കിപ്പോൾ കാണാം അത് എങ്ങനെയാണ് പോകുന്നതെന്ന്. ഇനി അടുത്ത ടോയെന്ന് വെച്ചാൽ അതിനും നമുക്ക് ഇതേപോലെ ഒരു ബലൂണും റീഫിലുമാണ് ആവശ്യം. ആ ബലൂൺ ആ റീഫിലിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് മുഴുവനായി മുഴുവൻ ആ അറ്റം വരെ ബലൂണ് കൊണ്ടുപോയി അവിടെ നിന്ന് ടേപ്പ് ചെയ്ത് ഒട്ടിക്കണം അവിടെ നിന്ന്. ഇനി നമുക്കിതിൻ്റെ വർക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നമ്മൾ ഉണ്ടാക്കിയ സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീഫിൽ വേണം. ആ റീഫിൽ ആ ബലൂണിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ബാക്ക് വശത്ത് പിടിച്ച് വലിച്ച് നമുക്ക് വിട്ടാൽ ഒരു മിനി ഗണ്ണായി യൂസ് ചെയ്യും. ഇതൊരു ടോയ് മാത്രമാണ്, പക്ഷേ നല്ലൊരു പവറുമാണ്. നല്ലൊരു പവറിൽ തന്നെ അതിൻ്റെ ആ റീഫിൽ കൊണ്ട് നല്ലൊരു പവറിൽ തന്നെ അതിൻ്റെ ബുള്ളറ്റ് പോകണത്. ഇനി അടുത്ത ടോയ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നോർമൽ പേനയും കൊണ്ട് ടച്ച് ചെയ്ത ഡിസ്പ്ലേ വർക്കായില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പേനയും ഉണ്ടാക്കാനാണ്. അതിന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ റബ്ബർ ബാൻഡ് ബലൂൺ എടുത്തിട്ട് ആ റീഫിലിൻ്റെ ഉള്ളിൽ മുഴുവനായി കയറ്റി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അവിടെ ടേപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ അതിൽ ടച്ച് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു നോർമൽ പേനയും കൊണ്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ ഡിസ്പ്ലേ വർക്കാകുന്നതല്ല. ഇപ്പോൾ അത് വർക്കാകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.